എന്റെ പേര് ആർ ജെ അരുൺ. ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാണ്. സാറിന്റെ ഒരു പ്രജ എന്ന് വേണം ഇപ്പോൾ പറയാൻ. സാർ ചെയ്യുന്നതൊക്കെ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 500,000 പിൻവലിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ചില ആശങ്കകളുണ്ട് സാർ. സാറിന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഇത് പറയണമെന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, നമ്മുടെ നാട്ടിൽ പണമില്ലാത്തവരാണ് സാർ കൂടുതൽ. പണം ഇല്ലാത്തവരെക്കാൾ ഈ 10% ആളുകൾ ഉണ്ടാവും കള്ളപ്പണമുള്ളവർ. ആ 10% ആളുകളെ പിടിക്കാനായിട്ട് ബാക്കിയുള്ള ഞങ്ങൾ 90% ആളുകളെ വരിവരിയായി ക്യൂവിൽ നിർത്തി കൂമ്പിലിടിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. 10 കള്ളന്മാരെ പിടിക്കുമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ട് ഇടി എന്തിനാണെന്ന് സാർ പിന്നീട് പറഞ്ഞു തരേണ്ടി വരും. സാർ, രാജ്യത്തിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സഹിക്കൂ എന്ന് പറഞ്ഞു. ശരിയാണ്, ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെയും പെങ്ങന്മാരെയും പൊരുവേലത്ത് ക്യൂവിൽ നിർത്തിയിട്ട് സാർ അങ്ങ് പ്ലെയിൻ പിടിച്ച് ജപ്പാന് പോയത് ഒട്ടും ശരിയായില്ല സാർ. അത് ഞങ്ങൾക്ക് ഒത്തിരിയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. കാര്യം സാറിന്റെ ഈ തീരുമാനം ശരിയാണെന്ന് വിശ്വസിച്ച് അത് വിജയിക്കുവാനായി പൊരുവേലത്ത് ക്യൂവിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ സാറിന്റെ ഒരു സാന്നിധ്യമെങ്കിലും, സാറിനോട് ക്യൂ നിൽക്കാൻ പറയില്ല, സാർ പ്രധാനമന്ത്രിയാണ്, പക്ഷെ സാറിന്റെ ഒരു സാന്നിധ്യമെങ്കിലും ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഉണ്ടെങ്കിൽ അത് സാറിന്റെ ആ തീരുമാനത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ സാർ, അന്നപ്പത്തേക്കാൾ വലുതല്ല സാർ ഞങ്ങൾക്ക് ജപ്പാന്റെ ആണവ കരാർ. ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് 100ന്റെ നോട്ട് കിട്ടിയാൽ മതി. പിന്നെ എല്ലാവരും പറയുന്നു 2 ആഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാവുന്നു സാർ. സാർ, 2 ആഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടാവും സാർ? ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു ആയുസിന്റെ അധ്വാനമാണ്. അത് നശിക്കാനായിട്ട് 2 ആഴ്ച വേണ്ട, വെറും 2 മണിക്കൂർ മതി സാർ. അത് നശിച്ചു കഴിഞ്ഞിട്ട് ഇതേ ബാങ്കുകാർ തന്നെ ഞങ്ങളുടെ ഡോറിൽ വന്നിട്ട് മുട്ടിയിട്ട് ഓടിയും ലോണും തിരിച്ചടയ്ക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ സാറിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകില്ല സാർ. അപ്പോൾ ഇത് അനുഭവിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഈ 1000ന്റെ നോട്ട് എടുക്കുകയും ചെയ്യില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാർ, കച്ചവടം നടക്കുന്നില്ല, പണികൾ മുടങ്ങുന്നു, വീട് പണി മുടങ്ങുന്നു, കല്യാണം മുടങ്ങുന്നു, ലോഡും വണ്ടി വരുന്നില്ല സാർ. ഞങ്ങളുടെ കയ്യിൽ തെങ്ങ് കയറാനും റബ്ബർ വെട്ടാനും വരുന്നതിന്റെ ATM സ്വൈപ്പിംഗ് മെഷീൻ ഇല്ല സാർ. ആകെ ബുദ്ധിമുട്ടിലാണ്. ഏത് കുടുംബസ്നേഹമില്ലാത്ത സാമ്പത്തിക ഉപദേഷ്ടാവാണ് സാർ 4000 രൂപ കൊണ്ട് കുടുംബ ചെലവ് ഇന്ത്യയിൽ എല്ലാവരും നടക്കുമെന്ന് പറയുന്നത്? ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിക്കും സാർ. നടക്കത്തില്ല. വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത് സാർ. അല്ലെങ്കിൽ ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നോട്ട്, ഒരു 100ന്റെ നോട്ടിൽ RBI ഗവർണർ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. I promise to pay the bearer the sum of 100 rupees. സാർ, ഇതൊരു പ്രോമിസ് ആണ്, ഒരു ഉറപ്പാണ്. ഈ ഉറപ്പാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇത് പറയുന്നത്, ഈ നോട്ടുമായിട്ട് ഒരാൾ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിന് 100 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ വിലയുണ്ട് എന്നാണ്. ആ വില എന്ന് പറഞ്ഞാൽ അത് ഒരു ആദരവാണ്. ഈ നോട്ടുമായി വരുന്നവൻ 500 രൂപയുടെ അധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള അവന്റെ അധ്വാനത്തിന് വേണ്ടിയുള്ള ആദരവാണ് ഓരോ നോട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. സാർ, ഈ നോട്ടുകൾ അങ്ങ് പിൻവലിച്ച് ഒറ്റ രാത്രിക്കെട്ട് അസാധുവാക്കി കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിന് പകരം വെക്കാൻ നോട്ടുകൾ തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനത്തിന് എന്ത് വിലയാണ് സാർ ഉള്ളത്? വളരെയധികം വേദനയോടെയും ബുദ്ധിമുട്ടോടെയാണ് പറയുന്നത്. ഇത് ശരിയാക്കാൻ സാറിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഈ തീരുമാനം കുറേയും കൂടെ ഭംഗിയായിട്ട് നടപ്പിലാക്കി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. വേറെ ആരോടും പറയാനില്ല. നമസ്കാരം.